ഒരുപാട് വാർത്താ പ്രാധാന്യമുള്ള ദിവസമാണെങ്കിലും ജനം ടിവിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഏറ്റവും പ്രാധാന്യം ഉത്രട്ടാതി നാളിൽ ഈ ആറന്മുള എന്ന ഈ മഹത്തായ ദേശത്ത് നടക്കുന്ന ജലോത്സവം തന്നെയാണ്. നമുക്കൊപ്പം വീണ്ടും ഒരു അതിഥി ചേരുകയാണ്. സജിത് പരമേശ്വരൻ. അദ്ദേഹം മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്, എഴുത്തുകാരനാണ്, ഒപ്പം ആറന്മുളക്കാരനാണ്. ഇന്നിപ്പോൾ ഉച്ചയായി കഴിഞ്ഞാൽ പള്ളിയോടത്തിൽ തുഴഞ്ഞു പോകുന്ന വ്യക്തി കൂടിയാണ്. ജഡ്ജാണ്. അദ്ദേഹത്തെ ജഡ്ജാക്കാൻ പ്രത്യേകിച്ച് കാരണമുണ്ട്. കൃത്യമായി വള്ളങ്ങളുടെ സ്വഭാവം അറിയാം. വള്ളങ്ങൾ ഏത് നിലയിലാണ് തുഴയുന്നത്, ഏത് നിലയിലാണ് അവർ പ്രൈസിലേക്ക് വരുന്നത് എന്നൊക്കെ തർക്കമില്ലാതെ പറയാൻ കഴിയുന്ന ജഡ്ജിമാരിൽ ഒരാളാണ്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പണി കൂടിയാ. പക്ഷേ നയമ്പിന്റെ അടുത്തുനിന്ന് മാറി നിൽക്കണം. കാരണം ഈ ജഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു കൃത്യത വന്നില്ലെങ്കിൽ കരക്കാരാ ഒരു വർഷം പ്രശ്നമായി മാറും. കയറാൻ പറ്റില്ല. ആർമയിലോട്ട് വരാനൊക്കത്തില്ല, അക്കരെയാണ് വീട്. കൃത്യത എന്ന് പറഞ്ഞ ഒരു കാര്യം അതെന്തായാലും നമ്മൾ അങ്ങനെ നോക്കിയാലേ പറ്റത്തുള്ളൂ. ഒരുപാട് നിയമവശങ്ങളുണ്ട്. അതെല്ലാം പാലിച്ചു വരുന്ന വള്ളങ്ങൾക്ക് മാത്രമേ മുന്നിൽ വന്നാലും നമ്മളെ ആറന്മുളയായിട്ടുള്ള ആറന്മുളയുടെ ചിട്ട ഈ പടിഞ്ഞാറൻ ചിട്ട, അതായത് ഈ കുട്ടനാടന്റെ ആ ശൈലിയിൽ നിന്നും വ്യത്യസ്തമാണ്. അന്നേരം ഇവിടെ ഭക്തിക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അത് പള്ളിയോടങ്ങൾ നമ്മൾ പരസ്പര ബഹുമാനം, അതൊരു വലിയ കാര്യമാണ്. ഒരു വള്ളങ്ങൾ തമ്മിലുള്ള ബഹുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും തിരുവാറന്മുളയപ്പൻ്റെ വാഹനമാണ്. 52 പള്ളിയോടങ്ങൾ. ഈ 52 പള്ളിയോടങ്ങളും പരസ്പരം ബഹുമാനിച്ച് ഒരു വള്ളം മറ്റൊരു വള്ളത്തെ ചൂണ്ടാതെ വളരെ കൃത്യമായിട്ട് ഈ വള്ളങ്ങൾ ചിട്ടകൾ പാലിച്ച് ഫിനിഷ് ചെയ്യുക. അതാണ് നമ്മൾ നോക്കുന്നത്. വേഗതയാണൊരു കാര്യം, വേഗത തന്നെയാണ് കാര്യം. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കാലത്തിനനുസരിച്ച് മാറിയിട്ടുണ്ട്. കുട്ടനാടൻ ശൈലി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആറന്മുള തുഴച്ചിൽ സ്പീഡില്ലാത്ത ഒരു തുഴച്ചിലായിരുന്നു. ഇപ്പം നമ്മുടെ യുവാക്കളെല്ലാം തന്നെ വളരെ ആക്റ്റീവാണ്. കാരണം അവരെ റാമ്പുണ്ടാക്കി, ഒരു റാമ്പുണ്ടാക്കാൻ തന്നെ 19,000 രൂപ ആകും. ആ റാമ്പുണ്ടാക്കിയിട്ട് ഇവർ ആ റാമ്പയിലിരുന്ന് പരിശീലിച്ച് നല്ല കുട്ടനാട്ടിൽ നിന്ന് തന്നെ ആൾക്കാർ വന്ന് പല കരകളിലും പരിശീലിപ്പിക്കുന്നുണ്ട്. അത് ഗംഭീരമായിട്ടുള്ള രീതി. ഡൗട്ട് പലർക്കും ഇപ്പൊ വള്ളംകളി അടുത്ത് നിന്ന് നോക്കുന്നവർക്ക് ഉള്ള ഒരു സംശയമല്ല, മറിച്ച് ഈ പള്ളിയോടങ്ങളും കുട്ടനാടൻ വള്ളങ്ങളും തമ്മിലുള്ളൊരു വ്യത്യാസം. ഇത് ആദ്യ കാലത്ത് വലിയ വ്യത്യാസം ഇല്ലായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചരിത്രം തികഞ്ഞു പോകുമ്പോൾ നമുക്കറിയാമല്ലോ ഈ കായംകുളവും ചെമ്പകശ്ശേരിയും തമ്മിലുള്ള കാര്യം, അതൊക്കെ അറിയാം. പക്ഷെ കുട്ടനാടൻ വള്ളങ്ങളും ഏതാണ്ട് 1968 വരെ ഏതാണ്ട് നമ്മൾ നോക്കിയ ശൈലി ഒന്ന് തന്നെയാണ്. കാരണം ആറന്മുള പള്ളിയോടങ്ങളുടെ ഈ കൂമ്പ് ഉയർന്നു കിടക്കുന്നു, അമര ഉയർന്നു കിടക്കുന്നു. ഒരു പരിധി വരെ, ഒരു 68 കാലം വരെ ഈ കുട്ടനാടൻ വള്ളങ്ങൾക്കും ഇത്രേ ഉയരമില്ലെങ്കിലും ഒരു പരിധി വരെ ഉയരം ഉണ്ടായിരുന്നു. കാരണം പള്ളിയോടങ്ങൾ നമ്മൾ കൊടുക്കൽ വാങ്ങലുണ്ടായിരുന്നു. ആറന്മുളയിൽ നിന്ന് പള്ളിയോടങ്ങൾ കുട്ടനാട്ടിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് പറയുന്നത് വെൺപാല കദളിമംഗലം പള്ളിയോടം. ഈ പള്ളിയോടമാണ് നമ്മുടെ നെഹ്റു കയറിയ നടുഭാഗം ചുണ്ടൻ. അങ്ങനെ പല കാര്യം. ഗിയർ ഗോസ് ചുണ്ടൻ, പഴയ ഗിയർ ഗോസ്, അതായത് ഈ നമ്മുടെ നെഹ്റു ട്രോഫി വിന്നറായിട്ടുള്ള ഗിയർ ഗോസ്, അത് കർഷകൻ എന്നാണ് അതിന്റെ അർത്ഥം. ഈ ഗിയർ ഗോസ് ചുണ്ടൻ ഉടുപ്പിന്നക്കാർക്ക് വിറ്റു. ഉടുപ്പിന്നക്കാർക്ക് നമ്മുടെ ആറന്മുള പള്ളിയോടമായി മാറിയത്. പായിപ്പാട് ചുണ്ടൻ മംഗലംകാര് വാങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പായിപ്പാട് അങ്ങനെ പല കൊടുക്കൽ വാങ്ങൽ. ഇപ്പൊ നമ്മൾ അക്കരയോട്ട് നോക്കിയാൽ തോട്ടപ്പുഴശ്ശേരി പള്ളിയോടമാണ്. ഈ തോട്ടപ്പുഴശ്ശേരി കരക്കാരാണ് ഈ പള്ളിയോടം കുട്ടനാടിന് കൊടുത്തിട്ട് പാർത്ഥസാരഥി എന്ന് പറഞ്ഞിട്ട് വർഷങ്ങളോളം കളിച്ച. ഈ ആറന്മുളയിലെ പള്ളിയോടവും ഈ നെഹ്റു ട്രോഫി പങ്കെടുക്കുന്ന പള്ളിയോടം നേരത്തെ ഷേപ്പിൽ നല്ല വ്യത്യാസം. ഇപ്പം 1900 പണ്ടാണ് കൂമ്പ് മുട്ടിക്കൊടുക്കുമായിരുന്നു. 1968 അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ആ കാലം വരെ നെഹ്റു ട്രോഫിയിൽ കളിക്കുന്ന ഈ നമ്മുടെ പടിഞ്ഞാറൻ ചുണ്ടൻ വള്ളങ്ങൾക്ക് ഒരു 44-45 കോലൊക്കെ നീളം ഉണ്ടായിരുന്നു. 68 പുളിങ്കുന്ന് വള്ളം കോഴിമുക്ക് നാരായണാശാരി 48 കോലായിട്ട് വർദ്ധിപ്പിച്ചു. അങ്ങനെ തന്നെയാണ് തുടക്കം കുറിച്ചത്. പിന്നീട് ഇതിന്റെ വീതി വളരെ കുറച്ചു. കാരണം റേസാണ് മുഖ്യം, അവിടെ വിജയിക്കണം, അതായിരുന്നു മുഖ്യം. അതുകൊണ്ട് വീതി നന്നായി കുറച്ചു, അമരം നന്നേ താഴ്ത്തി. സത്യത്തിൽ വള്ളം കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു 14 അടിയൊക്കെ അമരം ഉണ്ടാകും. ആളുകൾ കയറി കഴിഞ്ഞാൽ അവിടുത്തെ വള്ളം അങ്ങ് ഇരുത്തും. പക്ഷെ ചുണ്ടൻ വള്ളങ്ങളുടെയും പള്ളിയോടങ്ങളുടെയും നിർമ്മാണ ശൈലി ഒന്ന് തന്നെ. കാരണം ഏരാവ് മാതാവ് പലകൾ വെക്കുന്നു, കമുത്ത് പല വെക്കുന്നു, സൈഡ് പങ്ക് വെക്കുന്നു. അന്നേരം ഏരാവ് മാതാവ് പലകയും കമുത്ത് പലകയും സൈഡ് പങ്കും കുട്ടനാടി വെക്കുമ്പോൾ ഇവിടെ ഒരു പലയോടെ കൂടും. കാരണം ഈ വലിപ്പം കൂടുന്നതുകൊണ്ട് പണ്ടിക്ക് പറയും. കാരണം അവിടുത്തെ നമ്മുടെ ഈ പറയുന്ന ഈ പണ്ടിന്ന് ഇവിടെ പറയും, അതായത് വീതി, ഈ വീതി അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 51, 54 എന്നൊക്കെ പറയാം, അത്രയും വീതിയുള്ളൂ. ഇവിടെ ആണെങ്കില് 67, 66 ഒക്കെ വരും. അന്നേരം
ഏരാമാതാവ് പലകകൾ വെച്ച് കഴിഞ്ഞാൽ ചില്ലോരായം എന്ന് പറഞ്ഞ മറ്റൊരു പലകയൂടെ വരും. ആ വള്ളവിന് ഒരു ചില്ലോരായം കൂടെ വരും. അന്നേരം ഒരു പലക കൂടുതലാണ്, 2 പലക കൂടുതലാണ്. അന്നേരം പിന്നെ ഈ പള്ളിയോടങ്ങളുടെ ഉയരം കേമത്വമാണ് ആറന്മുള പോകുന്നത്. ആരുടെ പള്ളിയോടമാണ് നല്ല ഉയരത്തിൽ കിടക്കുന്നത്, തലയെടുപ്പോട് കൂടി കിടക്കുന്ന പള്ളിയോടം ഏതാണെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു 18 അടി ഉയരം. അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമാണ്. ഈ പിന്നെ ഇവിടെ 20 അടി ഉയരമുള്ള പള്ളിയോടമുണ്ട്, കീഴുകര പള്ളിയോടം. അന്നേരം ഈ പള്ളിയോടം നിർമ്മാണത്തിന്റെ ആ എന്താ പറയുന്ന ശില്പചാതുര്യത കാണുമ്പോൾ ഒരു ആനച്ചന്തം. ഇതൊക്കെയാണ് നോക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ കരക്കാർ പറയും നമ്മുടെ പള്ളിയോടത്തിന്റെ അമര ഇച്ചിരി കുറവാണ് അല്ലേ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പള്ളിയോടത്തിന്റെ ആ ഒരു പ്രൗഢിയാണ് വലിയ കാര്യം. എന്തായാലും വളരെ സന്തോഷം ഇത്ര ആധികാരികമായിട്ട് വള്ളംകളിയെ പറ്റി പറഞ്ഞു തന്നിരുന്നത്. വളരെ തിരക്കുണ്ടെന്നറിയാം. വളരെ സന്തോഷം സജിത്തേട്ടൻ, വളരെ സന്തോഷം. എന്തായാലും സജിത് പരമേശ്വരൻ അദ്ദേഹം ഇന്നത്തെ ഈ വിധികർത്താവ് കൂടിയാണ്. കാരണം ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷമല്ല, വൈകിട്ടായി കഴിഞ്ഞാൽ ഭയങ്കര വാശിയാണ് കരകൾ തമ്മിൽ. അപ്പം പ്രശ്നങ്ങളാണ്. കൃത്യമായിട്ട് വിധി പറഞ്ഞില്ല എങ്കിൽ അത് അദ്ദേഹം പറഞ്ഞ പോലെ പിന്നീട് 1 വർഷം വഴിയേക്കേണ്ട അവസ്ഥയൊക്കെയാണ്.